നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കുന്നത് സമ്പന്നൂര് ഇങ്ങനെ കുറെ മാലിന്യങ്ങളൊക്കെ നമ്മുടെ പാടത്ത് വന്നിറങ്ങി വ്യവസായശാലകൾ തള്ളിയതാവാം, മഴവെള്ളത്തിൽ ഒരുപാട് കടന്നു വന്നതാവാം. പക്ഷേ എന്തുകൊണ്ട് ഞാനിത് പ്രതികരിക്കണം, എന്തുകൊണ്ട് ഞാൻ എൻ്റെ സമയം ചെലവഴിക്കണം? ഞാൻ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത്, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഒക്കെ ആ സമയമൊക്കെ മാറ്റിവെച്ച് ഞാൻ എന്തുകൊണ്ട് ഈ വഴിയിൽ, ഈ തെരുവിൽ വന്ന് നിൽക്കണം? അതിന്റെ ധാർമ്മികമായ ബാധ്യത എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കിന്ന് ആർക്കും സമയമില്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, ഇതൊരു ചെറിയ പ്രശ്നമായിട്ട് നിങ്ങൾ ആരും കാണരുത്. നേരത്തെ കിംസോചേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ പാടശേഖരങ്ങളിലേക്ക് ഈ വെള്ളം വന്ന് വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വന്ന് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? സ്വാഭാവികമായിട്ടും ചമ്പന്നൂര് നമുക്കറിയാം ഒരു തുരുത്താണ്. ചമ്പന്നൂരോട് ചേർന്ന് പാടശേഖരങ്ങളുണ്ട്, ജലാശയങ്ങളുണ്ട്, പുഴയുണ്ട്. അപ്പോ ഇതൊക്കെ ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്താണ് ഈ മാലിന്യങ്ങൾ ചെന്ന് ചേരുന്നത്. സ്വാഭാവികമായിട്ടും ഈ വെള്ളം എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നമ്മുടെ കിണർ വെള്ളത്തിൽ എത്തിച്ചേരും. കിണർ വെള്ളത്തിൽ നിന്ന് നമ്മുടെ അടുക്കളയിൽ അത് എത്തിച്ചേരും, നമ്മുടെ ശരീരത്തിൽ അത് എത്തിച്ചേരും. ഒരു രാസമാലിന്യം അല്ലെങ്കിൽ ഒരു വിഷവസ്തു, ഒരു വ്യവസായ മാലിന്യം തള്ളിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് മനുഷ്യൻ ആദ്യമായിട്ട് ചിന്തിക്കുന്നത്, അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത് 1972 സ്വീഡനിൽ വെച്ചിട്ടാണ്. സ്റ്റോക്ക്ഹോം കൺവെൻഷൻ എന്ന് പറയും. ആ കൺവെൻഷന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ പുറത്തേക്ക് വിടുന്നത് നിയന്ത്രണ വിധേയമായിരിക്കണം. അത് നിയന്ത്രണ വിധേയമല്ലെങ്കിൽ മനുഷ്യൻ നാളെ അത് അനുഭവിക്കേണ്ടി വരും, അത് ചിന്തിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ലോക രാജ്യങ്ങളിൽ എല്ലാവരോടും തന്നെ നിയമങ്ങൾ പാസ്സാക്കണമെന്ന് പറഞ്ഞിട്ട് സ്വീഡനിൽ ഒരു കോൺഫറൻസ് കൂടുകയുണ്ടായി. ആ കോൺഫറൻസിന്റെ പേരാണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ വാട്ടർ ആക്ട് എന്ന് പറയുന്ന, ഇന്ന് നമുക്ക് ഈ വെള്ളത്തിൽ മാലിന്യം തള്ളരുത് എന്ന് നമ്മൾ വ്യവസായശാലകളോട് ആവശ്യപ്പെടുമ്പോൾ, ഇവിടുത്തെ സംവിധാനങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ആവശ്യപ്പെടാനുള്ള റൈറ്റ് എന്ന് പറയുന്നത് വാട്ടർ ആക്ട് വെച്ചിട്ടാണ്. ഇത്തരത്തിലുള്ള ഒരു നിയമ സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നത് 1974 അത്തരത്തിലുള്ള ഒരു നിയമം ഇവിടെ ഉണ്ടാക്കിയത് ഈ മാലിന്യങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് മനുഷ്യന്റെ ശരീരത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് കേരളത്തിൽ, ഇന്ത്യയിൽ ഏറ്റവും അധികം മാലിന്യം തള്ളുന്ന നദിയാണ് പെരിയാർ നദി എന്ന് പറയുന്നത്. ഈ നദിയിലെ വെള്ളം 40 ലക്ഷം ആളുകൾ നേരിട്ട് പമ്പ് ചെയ്ത് കുടിക്കുകയാണ്, അല്ലെ? നേരിട്ട് 40 ലക്ഷം ആളുകൾ വെള്ളം പമ്പ് ചെയ്ത് കുടിക്കുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദിയാണ് പെരിയാർ നദി എന്ന് പറയുന്നത്. ഈ പെരിയാർ നദിയിൽ നിന്ന് നേരിട്ട് വെള്ളം കുടിക്കുന്ന പ്രദേശത്തുള്ള എറണാകുളം ജില്ലയിൽ, ഇപ്പൊ വൈപ്പിൻകര എന്ന് പറയുന്ന പ്രദേശത്ത് 100% പെരിയാർ നദിയെ ആശ്രയിച്ചിട്ടാണ് ഈ നമ്മുടെ ഈ പറയുന്ന ആളുകളുടെ കുടിവെള്ളം, അല്ലെങ്കിൽ കുടിവെള്ളം നിലകൊള്ളുന്നത്, കുടിവെള്ളത്തിന്റെ വ്യവസ്ഥ നിലകൊള്ളുന്നത്. 100% അത് പെരിയാർ നദിയെ ആശ്രയിക്കുന്നു. ഈ പെരിയാർ നദിയിലേക്ക് ഒരു ദിവസം തള്ളുന്ന വ്യവസായ മാലിന്യങ്ങളുടെ അളവ് എന്ന് പറയുന്നത് 260 ദശലക്ഷം ലിറ്ററാണ്. ഞാൻ നിങ്ങളോട് പെരിയാർ നദിയുടെ ഉദാഹരണം പറയാൻ കാരണം, ഈ ഏലൂർ വ്യവസായ മേഖലയിൽ നിന്നാണ് തള്ളുന്നത്. കേരളത്തിലെ ഏലൂർ വ്യവസായ മേഖല കഴിഞ്ഞാൽ ഏറ്റവും വലിയ വ്യവസായ മേഖല അങ്കമാലിയിലാണ്. 260 ദശലക്ഷം ലിറ്റർ മാലിന്യം പുഴയിലേക്ക് തള്ളുന്നു. ആ തള്ളുന്ന വെള്ളം ക്ലോറിനേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രോസസ്സ് വെച്ചിട്ട് ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് എറണാകുളം ജില്ലയിലെ വൃക്കരോഗികളുടെ എണ്ണം 1,36,000 പേരാണ് ഉള്ള രോഗികളാണ് എറണാകുളം ജില്ലയിലുള്ളത്. നിങ്ങൾ ആലോചിക്കണം, ഒരു കുടുംബത്തില് ഒരു വൃക്ക രോഗി ഉണ്ടായാൽ, ഒരു ക്യാൻസർ രോഗി ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? എങ്ങനെയാണിത് വരുന്നത്? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഇത്തരത്തിലുള്ള കൺവെൻഷനുകളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കുന്നുണ്ട്, ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിൽ ഒരു പ്രോസസ്സ് കൊണ്ടും ഈ മാലിന്യങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും, ഏത് കലക്കവെള്ളം വന്നാലും അതിന്റെ പരസ്യം തന്നെ, ഇപ്പൊ അക്വാഗാർഡ് പോലുള്ള കമ്പനികളുടെ പരസ്യം തന്നെ ബാക്ടീരിയ വരെ അരിച്ചു കളയുമെന്നാണ് അവർ പറയുന്നത്. ബാക്ടീരിയ വരെ അരിച്ചു കളയാനുള്ള സംവിധാനമുണ്ട്. ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ചുള്ള ഒരു ബോഡി ഉണ്ട്, 0.45 മൈക്രോൺ സൈസുള്ള ഒരു ബോഡി ഉണ്ട്. പക്ഷെ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള രാസവിഷം ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു ഫിൽറ്റർ ഉപയോഗിച്ചിട്ടും അത് ഫിൽറ്റർ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് എറണാകുളം ജില്ലയില് ഉയർന്ന സംവിധാനമുള്ള ഫിൽറ്ററുകളുണ്ട്. അത് ക്ലോറിനേഷൻ പോലെയുള്ള പ്രോസസ്സ് ചെയ്തിട്ടാണ് വാട്ടർ അതോറിറ്റി അത് കൊടുക്കുന്നത്. പിന്നീട് വീട്ടിൽ വെള്ളം തിളപ്പിക്കുന്നു, ഫിൽറ്റർ ചെയ്യുന്നു. ഏറ്റവും വലിയ ഉയർന്ന സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ ശേഷിയുള്ള ഒരു സമൂഹത്തിനാണ്, ഈ പറയുന്ന സമ്പന്നനും ദരിദ്രനും ഉൾപ്പെടെ ആളുകൾക്കാണ് ഈ വൃക്കരോഗം വരുന്നത്. നിങ്ങൾ ആലോചിക്കണം, മെഡിക്കൽ സയൻസിൽ 2000 ആണ്ടിന് മുമ്പ് കിഡ്നി രോഗത്തെ പറ്റി വലിയ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം കിഡ്നി എന്ന് പറയുന്നത് വളരെ എളുപ്പം തകർക്കപ്പെടുന്ന ഒരു അവയവമല്ല. അത് 1 ആയുസ് 2 ആയുസ് ഉൾപ്പെടെ ജീവിക്കാൻ ശേഷിയുള്ള ഒരു അവയവമാണ്. അല്ലെങ്കിൽ ഒരു തലമുറയ്ക്ക് ശേഷം കൈമാറി നമുക്ക് അടുത്ത ആൾക്ക് ഉപയോഗിക്കാം. പക്ഷേ
അതാണ് വളരെ ചുരുങ്ങിയ പ്രായത്തിനുള്ളിൽ. ഇപ്പൊ നമ്മൾ കണ്ടെയ്നറോട് എറണാകുളത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ കിഡ്നി തകർന്ന കുട്ടികൾക്കുള്ള എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? നമുക്കറിയാം, ഒരു ശരീരത്തിൽ ഒരു രാസവിഷം വന്നു കഴിഞ്ഞാൽ, വെള്ളത്തിലൂടെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കുടിക്കും, അത് ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ നമ്മളിലേക്ക് കടന്നു വരും. ഇത് കടന്നു വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബോഡി അതിനെ പുറന്തള്ളാൻ ശ്രമിക്കും. നമ്മുടെ ശരീരം പുറന്തള്ളാൻ ശ്രമിക്കുന്ന സമയത്ത് ലിവർ എന്താണ് ചെയ്യുന്നത്? അതിനെ റീജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കും. കിഡ്നി അതിനെ പുറത്തേക്ക് പുറന്തള്ളാനായിട്ട് ഒരു ഫിൽറ്റർ പോലെ പുറത്തേക്ക് തള്ളാൻ ശ്രമിക്കും. പക്ഷെ ഒരു കാരണവശാലും അതിന് പുറന്തള്ളാൻ കഴിയില്ല. അതിന് പകരം കിഡ്നിയുടെ നെഫ്രോണുകൾ തകർന്ന് അത് കാലക്രമേണ 10-15 വർഷം കൊണ്ട് ഒരാളുടെ കിഡ്നി പൂർണ്ണമായിട്ടും തകർന്ന് അങ്ങനെ നിരവധി കിഡ്നി രോഗികളും ക്യാൻസർ രോഗികളും നമ്മുടെ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണ് ഇതിന്റെ അപകടം എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ അത് പാലിക്കപ്പെടുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഈ പുതിയ കാലഘട്ടത്തിൽ 1 ലിറ്റർ വെള്ളത്തിന് 20 രൂപ വിലയുള്ള കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ പുഴയിലേക്ക് 260 ദശലക്ഷം ലിറ്റർ വെള്ളം പുറത്തേക്ക് തള്ളാനായിട്ട് വ്യവസായശാലകൾക്ക് എങ്ങനെ സാധിക്കുന്നു? അല്ലെങ്കിൽ ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നതിന് ആരാണ് ഇതിന് അനുമതി കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഈ വ്യവസായശാലകളുടെ മാലിന്യത്തിന്റെ അപകടം ഇവിടുത്തെ പൊതുജനത്തിന്, അല്ലെങ്കിൽ ഇവിടുത്തെ ചമ്പന്നൂർ നിവാസികൾ, അങ്കമാലി നിവാസികൾക്ക് അത് ഏറ്റെടുക്കേണ്ട കാരണം എന്താണ്? അല്ലെങ്കിൽ അതിന്റെ ന്യായം എന്താണ്? ഇവിടുത്തെ നിയമ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കേണ്ട മനുഷ്യർ, ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, ഇവരെന്താണ് ഇവിടെ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ മാലിന്യം പുഴയിലേക്ക് തള്ളപ്പെടേണ്ടതാണോ? അല്ലെങ്കിൽ നമ്മുടെ പാടശേഖരങ്ങളിലേക്ക് തള്ളപ്പെടേണ്ടതാണോ? നമ്മുടെ പാടശേഖരങ്ങളിൽ വരാൻ നമ്മൾ നിർബന്ധിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ ഒരു കൊലപാതകമല്ലേ നടക്കുന്നത്? ഏതെങ്കിലും ഒരു രാജ്യത്ത്, നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിങ്ങളുടെ മക്കളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, ആ പ്രദേശത്ത് നിങ്ങൾ ചോദിച്ചു നോക്കുക, അവിടുത്തെ കുടിവെള്ളം കുടിക്കുന്ന പ്രദേശത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ തള്ളുന്നുണ്ടോ, അവിടെ എന്താണ് ശിക്ഷ എന്ന് നിങ്ങൾ ചോദിക്കും. ഞാൻ വിദേശത്ത് ജോലി ചെയ്തിട്ടുള്ളവരാണ്. ഒരു കുടിവെള്ള സംഭരണ മേഖലയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ പോക്കറ്റും നമ്മുടെ കയ്യിലുള്ള ബാഗും എല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് അതിലേക്ക് കടത്തുക. അത്രയും പരിപാവനമായിട്ടാണ് അവർ ആ വെള്ളത്തെ സംരക്ഷിക്കുന്നത്. നമ്മൾക്കറിയാം, നമ്മൾ ഇന്ന് കിണറിൽ വെള്ളം കുടിക്കുന്ന ഈ മനുഷ്യരുടെ ഈ പാടശേഖരത്തിലേക്ക് വെള്ളം തള്ളിവിടുന്നതിന് ഏത് തരത്തിലുള്ള ഒരു നിയമ സംവിധാനം പ്രവർത്തിക്കാനാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം പ്രവർത്തിക്കുന്നത്? ഇവിടുത്തെ ആരുടെ നീതി സംരക്ഷിക്കാനാണ്? ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരുടെ, ഈ കുടിവെള്ളം കുടിക്കുന്ന മനുഷ്യരുടെ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ എത്ര വ്യക്തികൾ ഈ നാട്ടിലുണ്ട്? അതിനുവേണ്ടി സമയം കൊടുത്ത, ജീവൻ കൊടുത്ത മനുഷ്യരുണ്ടോ? ആലോചിക്കണം. അപ്പൊ നമ്മൾ അഭ്യസ്തവിദ്യരാണ്, നമ്മൾക്ക് ഇതിനെപ്പറ്റി എല്ലാം അറിയാം എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നീതിക്ക് വേണ്ടിയിട്ട് ആരാണ് മുന്നിട്ടിറങ്ങേണ്ടത്? അതിന് നമുക്ക് ഒരു പക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തിന് കുറ്റം പറയാം, അല്ലെങ്കിൽ പൊതുപ്രവർത്തകരെ കുറ്റം പറയാം. പക്ഷേ നമ്മളുടെ ഒരു കർത്തവ്യം കൂടി നമ്മൾ അവിടെ പ്രവർത്തിക്കാനുണ്ട്. ഞാൻ നിങ്ങളോട് 100 കണക്കിന് ഉദാഹരണം പറയാം. മൈലമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊക്കക്കോള സമരത്തില്, ഒരു ആദിവാസി സ്ത്രീ, ഒരു കോളേജ് എന്താണ്, സ്കൂൾ എന്താണ്, അവർക്ക് ഒന്നും അറിയില്ല. ആ സ്ത്രീയാണ്, അത് കുഴപ്പമില്ല, നല്ല ശബ്ദം തരും. മൈലമ്മ എന്ന് പറയുന്ന ആദിവാസി സ്ത്രീയാണ് ആദ്യമായിട്ട് കേരളത്തില് വെള്ളത്തെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം ഉയർത്തുന്നത്. ഈ വെള്ളം ആരുടേതാണ് എന്നുള്ള ഒരു ചോദ്യം ഉയർത്തുന്നത്. അതിനു മുമ്പോ പിമ്പോ അത്തരത്തിലൊരു ചോദ്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തില് ഉള്ള ഒരു ആദിവാസി സ്ത്രീ, നിങ്ങൾ ആലോചിക്കണം, കൊക്കക്കോള കമ്പനി എന്ന് പറയുന്ന ആൾക്ക് നരേന്ദ്രമോദി അല്ല, അമേരിക്കൻ പ്രസിഡന്റിന്റെ മുറിയിലേക്ക് വരെ കയറി ചെല്ലാൻ ശേഷിയുള്ള ഒരു കമ്പനിയുടെ ഉടമയാണ് കൊക്കക്കോള കമ്പനി എന്ന് പറയുന്നത്. ഈ കമ്പനിയുടെ ഉടമ ആദ്യമായിട്ട് പരാജയപ്പെടുന്നത് മൈലമ്മ എന്ന് പറയുന്ന ഒരു ആദിവാസി സ്ത്രീയുടെ മുമ്പിലാണ്. അപ്പോൾ ഒരു സാധാരണ ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ, ഒരു സാധാരണപ്പെട്ട ഏറ്റവും സമൂഹത്തിലെ താഴെത്തട്ടിൽ ജീവിക്കുന്ന വിദ്യാരഹിതയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ എനിക്കിത് എന്തുകൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. തീർച്ചയായിട്ടും നമ്മൾ ഇതിന് മുന്നിട്ടിറങ്ങി കഴിഞ്ഞാൽ 100 പരിഹാരം തന്നെ കരുതിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ചമ്പന്നൂർ നാടിന്റെ പ്രതിഷേധം, കുടിനീരിനായി സമരം ചെയ്യും. പ്രതിഷേധം, കുടിനീരിനായി സമരം ചെയ്യും. പ്രതിഷേധം.